നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ഞാൻ പുഡിംഗ് ഇടുന്നില്ല എന്നുള്ള കുറെ പരാതികളുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് അത്ര സ്വീറ്റ്സ് ഇഷ്ടമല്ല. എന്നാൽ പോലും ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഒരു പുഡിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. സിമ്പിൾ പുഡിംഗ് ആണ്. അതില് ബേക്കിങ്ങിന്റെ ആവശ്യമില്ല, ഓവന്റെ ആവശ്യമില്ല, സ്റ്റീമിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാരമൽ പുഡിംഗ്. നമ്മൾ കാരമൽ കസ്റ്റർഡ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, ഏകദേശം ഒക്കെ അതിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്ന സിമ്പിൾ പുഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന പുളിമിഠായി ഉണ്ടാക്കി നോക്കി എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തരിക. അതുപോലെ തന്നെ ഇഞ്ചി മിഠായി, പിന്നെ നമ്മുടെ തേനിലാവും മറക്കരുത് കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. മിൽക്ക് പുഡിംഗ്. നിങ്ങൾക്ക് മിൽക്ക് പുഡിംഗ് ഇതിനെ വിളിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കാരമൽ പുഡിംഗ് എന്ന് വിളിക്കാം. എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് കൊടുക്കാം. വേണ്ടി ആദ്യം നമുക്ക് എടുക്കേണ്ടത് അഗർ അഗറാണ്, അതായത് ചൈന ഗ്രാസ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഗർ അഗർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ജെലാറ്റിൻ യൂസ് ചെയ്യാം. അതായത് പ്ലെയിൻ ജെലാറ്റിൻ, ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ജെലാറ്റിൻ വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതി. പക്ഷെ ഞാൻ എപ്പോഴും അഗർ അഗർ വെച്ചിട്ടാണ് ഈ പുഡിംഗ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അഗർ അഗറിന്റെ അളവാണ് എനിക്ക് അറിയാവുന്നത്. അതേസമയം ജെലാറ്റിൻ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കറക്റ്റ് അളവ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. അഗർ അഗർ നമുക്ക് ഇവിടെ ദുബായിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നാട്ടിലും ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ പുറത്തൊക്കെ പല സ്ഥലങ്ങളിലും അഗർ അഗറിന്റെ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പൗഡർ രൂപത്തിൽ ലഭ്യമാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. മേ ബി ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള അഗർ അഗറിന്റെ പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാക്കറ്റിൽ 2 ഇതുപോലത്തെ സ്റ്റിക്ക് ഉണ്ടാവും അഗർ അഗറിന്റെ. അപ്പോൾ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു പാക്കറ്റിൽ 20 ഗ്രാമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് 10 ഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റെസിപ്പിയിൽ എനിക്ക് വേണ്ടത് 5 ഗ്രാമാണ് അളവ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും അളക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു 10 ഗ്രാം ആയതുകൊണ്ട് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? നമുക്കിതിന്റെ ഹാഫ് പോർഷൻ ആയിട്ട് മുറിച്ചിട്ട് ഹാഫ് പാർട്ട് മാത്രം നമുക്ക് എടുത്താൽ മതി. ബാക്കി നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു സിപ്പ് ലോക്ക് കവറിൽ എടുത്തിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കാൻ മറക്കരുത്. ഇതിൽ ഞാൻ നോക്കട്ടെ ഇതിൽ എത്രയാണ് എക്സ്പയറി ഡേറ്റ് എന്നുള്ള കാര്യം. ഇതിലിപ്പോൾ 2017 ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2019 സെപ്റ്റംബർ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കേട്ടോ. അപ്പോൾ ഏകദേശം 2 വർഷത്തോളം കാണും മിക്കവാറും എക്സ്പയറി ഡേറ്റ്. അപ്പോൾ അത് എപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അത് ഈ ഫോമിലല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഇപ്പൊ ഇതാണെങ്കിലും അതിന്റെ അളവ് എത്രയാണ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ പക്ഷേ ഇതാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഇത് സൺറൈസ് സൂപ്പർ മാർക്കറ്റിൽ, അതുപോലെ തന്നെ എനിക്ക് അടുത്തുള്ള ഗ്രീൻ ബെൽറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ലുലുവിൽ മിക്കവാറും എനിക്ക് ഇതാണ് കാണാറ്. അപ്പൊ നിങ്ങൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5 ഗ്രാം നിങ്ങൾക്ക് ഒരു ഏകദേശം ഉദ്ദേശം വെച്ച് മുറിക്കുക. അപ്പൊ ഇതിന്റെ ഇതാണെങ്കിൽ എളുപ്പമാണ് മുറിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യാൻ കാരണം. അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് വേറൊരു പീസ്. ഇത് 5 ഗ്രാം ആണ്. അതായത് ഇതിന്റെയൊക്കെ ഏകദേശം ഒരു ഹാഫ് പോർഷൻ ആയിട്ട് വരും. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇത് വെറുതെ അങ്ങ് വെള്ളത്തിലിട്ട് വെക്കാറാ പതിവ്. പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സിയിലെ ചെറിയ ബൗളിലോട്ട് ഇടുക. എന്നിട്ട് വളരെ നൈസ് ആയിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. അപ്പൊ നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിട്ടതിന് ശേഷം അങ്ങ് മിക്സിയിൽ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ. വളരെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ വളരെ നൈസായിട്ട് നമ്മുടെ അഗർ അഗർ 5 ഗ്രാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഞാൻ ഇടുകയാണ്. എല്ലാം കംപ്ലീറ്റ് അതിൽ നിന്ന് എടുക്കണം കേട്ടോ. കാരണം ഇത് അഗർ അഗർ കുറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവില്ല, കൂടിക്കഴിഞ്ഞാൽ ഓവറായിട്ടും സെറ്റ് ആവും. അതുകൊണ്ട് അഗർ അഗറിന്റെ അളവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ. നമുക്ക് ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസോളം നോർമൽ വാട്ടർ കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. ഞാൻ ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേ. അതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം തന്നെ പറയാറുള്ളൂ. ചൂടുവെള്ളമാണെങ്കിൽ മാത്രമേ ഞാൻ ചൂടുവെള്ളം എന്ന് പറയുള്ളൂ. പല റെസിപ്പിയിലും പലരും എന്നോട് സംശയം ചോദിക്കാറുണ്ട്, ചേച്ചി ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്നുള്ള കാര്യം. അത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 1/2 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇത് ഒരു 20 മിനിറ്റോളം ഇരുന്ന് അങ്ങ് കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. 20 മിനിറ്റിന് ശേഷം വേണം നമുക്കിതങ്ങ് എടുത്ത് കുക്ക് ചെയ്യാൻ. നമ്മുടെ അഗർ അഗർ സോക്ക് ചെയ്യാൻ വേണ്ടി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കണം. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 240 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്. അളവ് പറയുകയാണെങ്കിൽ 360 ml. ഓക്കെ, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. ഞാൻ പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്, മിൽക്ക് മെയ്ഡ് ആണ്. മിൽക്ക് മെയ്ഡിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. കാരണം പുഡിങ്ങിന്റെ മധുരം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. എനിക്ക് ഒരുപാട് മധുരമുള്ള പുഡിങ് ഇഷ്ടമല്ല. ഇവിടെ പ്രത്യേകിച്ചും ഞാനും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് മീഡിയം ലെവലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കാം. 1/4 ഗ്ലാസ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതങ്ങ് നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് മധുരം നോക്കട്ടെ, അല്പം കൂടെ വേണം. ഇപ്പോൾ 1/4 ഗ്ലാസിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് പാല് നന്നായിട്ടങ്ങ് തിളക്കട്ടെ. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കുകയാണ് പാല്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ പിടിക്കും. അത് ശ്രദ്ധിക്കുക. നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്, കാരമലൈസ് ചെയ്യണം ഷുഗർ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് അതേപോലെ തന്നെ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ തീ. നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഷുഗർ അലിയാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അതെപ്പോഴും സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമുക്കിത് കാരമലൈസ് ചെയ്ത് കിട്ടാൻ. അപ്പോൾ ചൂട് എപ്പോഴും സൂക്ഷിക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ അടപ്പും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് ഇച്ചിരി സമയം പിടിക്കും ഷുഗറൊന്നും കാരമലൈസ് ആയി കിട്ടാൻ. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ പോർഷൻ ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. കാരണം ഇപ്പോൾ ഇത് കാരമലൈസ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാരമലൈസ് ചെയ്തിട്ടുള്ള ലിക്വിഡ് നമ്മൾ പാലിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിന്റെ താഴെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കാരമൽ കസ്റ്റാർഡ് ഒക്കെ ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചില്ല, അതുപോലെ തന്നെ നിർബന്ധമില്ല കേട്ടോ. അത് ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ കാരമലൈസ് ചെയ്ത ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ പാലിലോട്ട് ഒഴിക്കുമ്പോൾ വേറൊരു ലെവലിലോട്ട് നമ്മുടെ പുഡിംഗ് മാറും, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചില ആൾക്കാർക്ക് കാരമലൈസ് ചെയ്ത ഷുഗറിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഈ കംപ്ലീറ്റ് സെക്ഷൻ ഒഴിവാക്കാം, ഒരു നിർബന്ധവും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പുഡിംഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാരമലൈസ് ചെയ്യാൻ സമയം കിട്ടിയത് വരില്ല. അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ വെറും പാല് തിളപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്താൽ മതിയാവും. നമ്മുടെ ഇതൊക്കെ ഷുഗറൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങുമ്പോൾ സൂക്ഷിക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുഡിങ്ങിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും, കനപ്രസം വരും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് കരിയാൻ പാടില്ല. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന സമയത്ത്, നല്ലൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്ക് അങ്ങ് എടുക്കാം. ഇതിപ്പോൾ ഇതിലേക്ക് ഒഴിക്കേണ്ട സിറപ്പ് ആയതുകൊണ്ട് കൺസിസ്റ്റൻസി പ്രോബ്ലമേ അല്ല. ജസ്റ്റ് ആ കളർ ചേഞ്ചിനും ആ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കാരമലൈസ് ചെയ്യുന്നത് ഷുഗർ. ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എക്സ്ട്രാ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് താഴെ ഒഴിച്ച് കൊടുത്താൽ മതി. അതൊരു നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറി കൊടുക്കാം. അതൊക്കെ ഒരു ഭംഗി കൂട്ടാനുള്ള സംഭവങ്ങൾ മാത്രമാണ്. ടേസ്റ്റും കൂടും. പക്ഷേ സിമ്പിളായിട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പുഡിംഗ് കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ, ഈ കസ്റ്റാർഡ് ഉണ്ടല്ലോ, കാരമൽ കസ്റ്റാർഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലേ, ചെറിയ ചെറിയ കുഞ്ഞു ഡിസ്പോസിബിൾ കണ്ടെയ്നറിൽ നമുക്ക് കിട്ടാറില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ. അത് എഗ്ഗുള്ള കാരമൽ കസ്റ്റാർഡ് ആണ്. ഇതിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. എഗ്ലെസ് ആയിട്ടുള്ള കാരമൽ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ പുഡിംഗ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കഴിച്ച് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറയൂ കേട്ടോ. ഏകദേശം ഇപ്പോൾ ഇനി മിക്കവാറും ഇതിപ്പോൾ അടുത്ത് തന്നെ ബ്രൗൺ ഷെയ്ഡ് വരാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ പാല് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ പിടിക്കുകയെ, പാല് അടി പിടിക്കാൻ പാടില്ല. നമ്മുടെ കാരമലൈസ് ചെയ്യാൻ കുറച്ച് ക്ഷമ കാണിക്കണം കേട്ടോ. ചെറുതായിട്ട് ഇതിൽ യെല്ലോ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും ബ്രൗൺ കളർ വരാം. അതുകൊണ്ട് ഇനി സൂക്ഷിക്കുക. കാരമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് സമയം കുറച്ച് പോകുന്നത്. പക്ഷേ ശരിയായ രീതിയിൽ കാരമലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി മുഴുവനും വെള്ളത്തിലാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദേ നമ്മുടെ കാരമൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മതി, ഓവറായിട്ട് കരിയണ്ട. ഇനി കൂടുതലായി കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും. ഇത് നമുക്ക് നമ്മുടെ പാലിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലിലോട്ട് ഒഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കുക. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് അങ്ങ് തെറിക്കുക. അതുകൊണ്ട് ദൂരെ മാറി നിന്ന് ഒഴിച്ചങ്ങ് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു നല്ലൊരു കളർ വരും നമ്മുടെ പുഡിങ്ങിന്. ആ കാരമലിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളർ വരും. എക്സസ് ആയിട്ടുള്ള ബാക്കിയുള്ളത് മതി. 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എന്നാലാണ് ആ പുഡിങ്ങിന് കറക്റ്റ് ആയിട്ടുള്ള മധുരം ശരിയാവുള്ളൂ. ബാക്കി എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലോട്ട്, കുഞ്ഞു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് 1 ടീസ്പൂണൊക്കെ ബാക്കി വരുള്ളൂ. പിന്നെ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ക്രിസ്റ്റലൈസ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മോൾഡിലോട്ട് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ മോൾഡിലോട്ട് ഇപ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇനി പാത്രത്തിൽ നിന്ന് എടുക്കാനേ പറ്റില്ല കേട്ടോ. ഇതാ നമ്മുടെ
പാല് നന്നായി തിളച്ച് മിക്സ് ആയിട്ടുണ്ട്. ആ കളറൊക്കെ നല്ല ഒരു ഗോൾഡൻ കളർ നമ്മുടെ പാലിന് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു പൊടിക്ക് മാത്രം ഒരുപാട് ഓവറായിട്ട് ഉപ്പിടാൻ പാടില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തു. നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പം നമ്മളിനി ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അഗർ അഗർ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. അതായത് കുക്ക് ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതങ്ങ് അലിയിച്ചെടുക്കണം. ഈ അഗർ അഗർ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് മൊത്തത്തിലങ്ങ് അലിഞ്ഞു പോകണം. അതിന് ശേഷം നമുക്ക് ആ ചൂട് പാലിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാനേ പാടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. കാരണം നമ്മൾ പൊടിയായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അരമണിക്കൂറായി നമ്മളിപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടും ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. പിന്നെ ആ ചൂട് പാല് ആയിരിക്കണം നിർബന്ധമാണ്. നമ്മൾ ചൂടോട് കൂടിയുള്ള അഗർ അഗർ ചൂട് പാലിലോട്ട് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ തണുത്തിരിക്കുന്ന പാലോട്ട് ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ഞാനിപ്പോൾ ഇറക്കി വെച്ചിരിക്കുന്ന ചൂടുള്ള പാല് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 100 ml കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കണം, മറക്കരുത്. കാരമലൈസ് ചെയ്തില്ലെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും നമ്മുടെ പുഡിംഗ് കാണാൻ. ഇതൊരു ഗോൾഡൻ കളർ ആയിരിക്കും നമ്മുടെ പുഡിംഗ് കേട്ടോ. ഇപ്പൊ നമ്മുടെ അഗർ അഗർ നന്നായിട്ട് അങ്ങ് അലിഞ്ഞിട്ടുണ്ട്. ഇത് ചൂട് പാലിലോട്ട് അങ്ങ് അഗർ അഗർ ഒഴിച്ചു കൊടുക്കാം. തീ ഓൺ ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടില്ല. മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂസ് ആയി ഒഴിക്കുന്നതനുസരിച്ച് മിക്സ് ചെയ്യാൻ മറക്കരുത്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 2 മിനിറ്റ് പാലിലിട്ടതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് അങ്ങ് ഡിസോൾവ് ചെയ്യണം. പിന്നെ ഏകദേശം ഡിസോൾവ് ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒന്ന് അരിപ്പയിൽ കൂടെ അരിക്കണം. കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അലിയാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുഡിങ്ങിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. മാത്രമല്ല നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ചിലപ്പോൾ മെൽറ്റാവാണ്ട് കിടപ്പുണ്ടാവും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചതിന് ശേഷം ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം നന്നായി അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മറ്റിലിൻ അരിപ്പയിൽ കൂടെ അരിക്കണം. അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പിൽ കൂടെ അരിക്കാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ അരിപ്പ പണി കിട്ടും, അരിപ്പ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ലിക്വിഡ് നമുക്കങ്ങ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിപ്പയിൽ കൂടെ അരിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ഒരു ട്രേയിൽ ഒഴിച്ചതിന് ശേഷം സെറ്റ് ചെയ്യാൻ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെപ്പറേറ്റ് ബൗളുകളിലാക്കിയതിന് ശേഷം സെറ്റ് ചെയ്യാൻ വെക്കാം. അത് നിങ്ങളുടെ തീരുമാനം. കാരണം എനിക്ക് താല്പര്യം ഇൻഡിവിജ്വലായി ചെറിയ ചെറിയ ബൗളുകളിലാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റെന്ന് വെച്ചാൽ മുറിക്കാൻ നിൽക്കണം. മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല. അപ്പോൾ ആൾക്കാർക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ എളുപ്പം എപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്ലാസ്സിലോ ചെറിയ ചെറിയ ബൗളുകളിലോ വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ ബൗളുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതുപോലത്തെ പാത്രങ്ങൾ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പുഡിങ് കൊടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ചെറിയ ചെറിയ പുഡിങ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയതാണെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുറിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ഇതുപോലത്തുള്ള ബൗളുകളിലോട്ട് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ഒഴിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ പാട കെട്ടാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലടയുടെ കളറാണ് ഇതിന് കേട്ടോ. പാലട പായസത്തിൻ്റെ കളറാണ്. അതിൻ്റെ ഏകദേശം ഒരു മണമുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഇതുപോലെ നമുക്ക് എല്ലാതും അങ്ങ് ഒഴിച്ചു വയ്ക്കാം. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇവിടെ വലിയ ചിലവില്ലാത്തൊരു സംഭവമാണ് ഈ സ്വീറ്റ്സ്. അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. പിന്നെ ഗസ്റ്റ് വരണം. ഗസ്റ്റ് വരുമ്പോൾ പിന്നെ ഓക്കെ നമുക്ക് വലിയൊരു അളവിൽ ഉണ്ടാക്കാം. നിങ്ങൾക്കും ആദ്യമായിട്ടൊക്കെ പരീക്ഷിക്കുമ്പോൾ ചെറിയ അളവിൽ പരീക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കാരമൽ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിൽ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ എടുത്ത അളവ് അനുസരിച്ച് ഇതേപോലത്തെ ബൗളുകളിൽ 5 ബൗളും ഇതേപോലത്തെ കുഞ്ഞ് ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സിലാണ് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ പുഡിങ്. അതായത് 360 ml പാൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, 100 ml കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, ഒരിക്കലും ഫ്രീസറിൽ വെക്കാൻ പാടില്ല. എന്നോട് പല ആൾക്കാരും പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് ഫ്രീസറിൽ വെക്കാൻ പാടുണ്ടോ എന്ന്. ഒരിക്കലും ഇല്ല. ഫ്രീസറിൽ നമ്മുടെ ഐസ്ക്രീം മാത്രം സെറ്റ് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ. ഈ പുഡിങ്സ് ഒക്കെ എപ്പോഴും റെഫ്രിജറേറ്ററിൽ, അതായത് നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഒന്ന് ക്ലിംഗ് റാപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലുള്ള കറികളുടെയും വേറെ പല പച്ചക്കറികളുടെയും സ്മെല്ലൊക്കെ പുഡിങ്ങിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരമലൈസ്ഡ് ഷുഗർ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോയി ചേച്ചി അതിലേക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നല്ലോണം ചൂടുവെള്ളം തിളപ്പിക്കുക. അതിനുശേഷം ആ കാരമലൈസ്ഡ് ഷുഗറിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കാരമലൈസ്ഡ് ഷുഗർ നമുക്ക് കുറച്ചും കൂടെ തിന്നായിട്ട് കിട്ടും. ആ കട്ടി കുറഞ്ഞതിന് ശേഷം കുറച്ച് ലൂസായി കിട്ടും. അതിനുശേഷം നിങ്ങൾ പോർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. നമുക്ക് കുറച്ചും എങ്ങനെ കട്ടിയായി കഴിഞ്ഞാൽ നമുക്കതിന് വീണ്ടും ലൂസാക്കി എടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. പിന്നെ തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ചെയ്ത് പുഡിങ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ടെക്സ്ചർ എന്നുള്ള കാര്യം. നമ്മുടെ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചപ്പോഴേക്കും നമ്മുടെ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പുഡിങ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്ന് ഇതിൽ നിന്ന് മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് കമത്തി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അൺമോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് വീതം ഈ മോൾഡ് നമ്മുടെ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെക്കുക. കമത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് വിട്ടുവരാൻ എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കത്തി സൈഡിൽ കൂടെ അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ വിട്ടുവരും. ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. കണ്ട ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്ചറാണ്. ഇതാണ് നമ്മുടെ ടെക്സ്ചർ വേണ്ടത്. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെലാറ്റിൻ ആണെങ്കിലും ചൈന ഗ്രാസ് ആണെങ്കിലും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തുള്ള സോഫ്റ്റ് വിഗ്ലി ടെക്സ്ചർ കിട്ടില്ല. 5 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 ഗ്രാം തന്നെ ഇടാൻ മിക്കതും ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഇതുപോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടി കൂടി പോവും. ഒരുമാതിരി എന്താ പറയുക ഗ്ലാസിന്റെ പോലെ വരും പുഡിംഗ് ഒക്കെ. അപ്പൊ അതുപോലെ വരാൻ പാടില്ല. ഇതുപോലെ നല്ല ഇളകിക്കൊണ്ടിരിക്കുന്ന പോലത്തുള്ള വിഗ്ലി ടൈപ്പ് ആയിരിക്കണം നമ്മുടെ ടെക്സ്ചർ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാരമലില് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ചുമ്മാ കഴിക്കാനാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചുമ്മാ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഡെക്കറേഷൻസിന്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് പെർഫെക്റ്റ് മധുരമാണ് കേട്ടോ. ഒരു തരി അങ്ങോട്ട് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാം. ഇത് കണ്ടോ നമ്മുടെ പുഡിങ് ഞാൻ പുറത്തൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഇത് കണ്ടോ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടോ? കാണാൻ എപ്പിടി അടിപൊളിയായിട്ടില്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പൊ പറയും കഴിക്ക് ഇപ്പൊ അത് പോകരുത്. ഇതെന്താ സാധനം? ഇത് പുഡിങ്, കാരമൽ പുഡിങ്, കാരമൽ കസ്റ്റാർഡ് പോലുള്ള കാരമൽ പുഡിങ്. എഗ്ഗ് ചേർക്കാത്ത, ബേക്ക് ചെയ്യാത്ത. ഇത് പണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനത്തിൽ കിട്ടായിരുന്നില്ലേ, പ്ലാസ്റ്റിക്. അതന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ സുനുവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നത് കാരമൽ കസ്റ്റാർഡ്. ഏകദേശം ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പിന്നെ മുട്ടൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇത് മുട്ടയില്ലാത്ത, ബേക്ക് ചെയ്യാത്ത, സ്റ്റീം ചെയ്യാത്ത. നന്നായില്ലെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസമില്ല. പക്ഷെ ഇപ്പോഴും ഭാര്യനെ പൊക്കെ റാത്തി പറയണു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആണ്. അതിനെ കുറച്ച് പൊക്കെ പറഞ്ഞു. അയ്യടാ, അവരുണ്ടാക്കി നോക്കുമ്പോൾ അവർക്കറിയാലോ. ജാൻ ചേട്ടൻ എന്ത് പറ്റി? ഉറങ്ങിയിട്ട് വേണ്ടിയാണോ ജാൻ ചേട്ടാ? അത് വെള്ള ഷർട്ട് ഇട്ടേണ്ടിയാണോ? വെള്ള ബനിയൻ. ഗ്രേ. അപ്പൊ ടാറ്റ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജാൻ ജോഷി. അപ്പൊ ശരി, അച്ഛൻ വിളിക്കണം.